ആഗമനകാലം ഡിസംബർ 23. തിരുവചനം: അവൻ ഒരു എഴുത്തുപലക വരുത്തി അതിൽ എഴുതി, യോഹന്നാൻ എന്നാണ് അവൻ്റെ പേര്. ലൂക്കയുടെ സുവിശേഷം 1:63. സക്കറിയായുടെയും എലിസബത്തിൻ്റെയും കുഞ്ഞിന് എന്ത് പേര് ഇടണം എന്നത് ഒരു ചോദ്യമായിരുന്നു. ആദ്യ കുട്ടിക്ക് നൽകേണ്ടത് സക്കറിയ എന്ന പേരാണെന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ എലിസബത്ത് പറഞ്ഞു യോഹന്നാൻ. അതിന് എലിസബത്തിന് ഒരു ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ: കുഞ്ഞില്ലാതെ ദീർഘനാളുകളിൽ സഹിച്ചത് ഞാനാണ്. എല്ലാവരും തഴഞ്ഞപ്പോൾ എൻ്റെ പക്ഷത്തേക്ക് കടന്നു വന്ന് കരുണ കാണിച്ചത് കർത്താവാണ്. അതിനാൽ കർത്താവ് കൃപാലുവാണ് എന്ന വ്യാജ്യ അർത്ഥമുള്ള പേര്, യോഹന്നാൻ എന്ന പേര് എൻ്റെ മകന് നൽകണം. ഇവിടെ എലിസബത്ത് വ്യക്തിപരമായ അനുഭവിച്ച നീറുന്ന പ്രശ്നം, തുടർന്ന് കർത്താവിൻ്റെ സ്പർശനവും അനുഗ്രഹവും എലിസബത്തിൻ്റെ സാക്ഷ്യവും. സുവിശേഷത്തിൽ സൗഖ്യം പ്രാപിച്ച അന്ധനും ബധിരനും കുഷ്ഠരോഗിയും തങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ വിലക്കിയിട്ടും ഓടി നടന്ന് എല്ലാവരെയും അറിയിച്ചു. വ്യക്തിപരമായ ജീവിതത്തിൽ നാം എല്ലാവരും നീറുന്ന പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. കർത്താവ് സമയാസമയങ്ങളിൽ നമുക്ക് ഉത്തരം നൽകുന്നുമുണ്ട്. എന്നാൽ പൊതുവേദിയിൽ എലിസബത്തിനെ പോലെ ഒരു സാക്ഷ്യമായി മാറുവാൻ നമുക്ക് എത്രമാത്രം സാധിക്കുന്നു എന്നുള്ളത് ഒരു ചോദ്യമാണ്.